ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഇടിയപ്പപ്പൊടിയില്ലേ, അത് അപ്പപ്പൊടി ഇടിയപ്പപ്പൊടി ഏതായാലും കുഴപ്പമില്ല, അതെടുക്കുക. അതിൻ്റെ ആവശ്യത്തിനുള്ള നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് 1-2 ഒഴിക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെട്ടി തിളയ്ക്കുന്ന വെള്ളം തന്നെ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. വെള്ളം കൂടിപ്പോയാൽ വീണ്ടും മാവിടുമ്പോൾ ക്വാണ്ടിറ്റി കൂടിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് ആവശ്യാനുസരണം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. എന്ന് ഇടിയപ്പം, അപ്പം, പുട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് നമുക്കൊന്ന് മാറ്റി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികളെല്ലാം ഇതുപോലെ നല്ലപോലെ ഒന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം മതിയാവും. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതുപോലെ തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം മാവ്. അപ്പോൾ നല്ല പരുവത്തിനായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നല്ലപോലെ നമുക്ക് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കാം. കുഞ്ഞ് ബോൾസായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്താൽ പെട്ടെന്ന് തീരത്തില്ല. അപ്പോൾ കൊച്ചു മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്ക് കൊടുക്കും. അവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരാകുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തരുകയും ചെയ്യും. അതിന് ശേഷം ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ഒരു തട്ട്, ആവി കയറാനുള്ള ഒരു തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ബോൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റോളം എടുക്കും ഇത് വെന്ത് വരാൻ. ഇപ്പോൾ ഇതുപോലെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊന്ന് തണുത്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു മൺചട്ടി എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2-2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചുവന്നുള്ളി ഞാനൊരു 10-20-25 അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളി. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് നൈസായിട്ട്, അത് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഈ ഉള്ളിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ മാവിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് ഓർത്ത് വേണം ഉപ്പ് ചേർക്കാനൊക്കെ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇട്ടാൽ ഒത്തിരി എരിയായി പോകുമെന്നുള്ളവർക്ക് 2ആയിട്ടൊന്ന് കീറിയിട്ടാലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം എല്ലാം പോയി ഒന്ന് നല്ലപോലെ ഒന്ന് വാടി കിട്ടണം ഉള്ളിയൊക്കെ. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി നിറച്ച് തേങ്ങ എടുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സായി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ ബോൾസില്ലേ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കാണാനും നല്ല രസം, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് നമുക്ക് ഇപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ നല്ല മണം വരുന്നു. ആ കുഞ്ഞുള്ളിയുടെയൊക്കെ ആ തേങ്ങയുടെ എല്ലാം നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക്
ഇതൊന്ന് വാങ്ങി മാറ്റി വയ്ക്കാം. ഇനി ചായയുടെ കൂടെയോ കട്ടൻ കാപ്പിയുടെ കൂടെയോ കട്ടൻ ചായയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.